എന്താണ് മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിലൂടെ, ഇടക്കാല ഉത്തരവിലൂടെ? ശ്രീ കൃഷ്ണരാജ്, പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം, സാധാരണഗതിയിൽ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഒരു അബ്സല്യൂട്ട് നിയമമായി മാറേണ്ടതാണ്. ആ നിയമത്തിനെതിരെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഏതാണ്ട് 73 ഹർജികളും. ആ ഹർജികളിൽ പ്രാഥമികമായ വാദം 2 ദിവസം ചീഫ് ജസ്റ്റിസ് ശ്രീ സഞ്ജീവ് ഖന്ന, അതുപോലെ തന്നെ ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, ശ്രീ കെ വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് അതിനെക്കുറിച്ചുള്ള ഒരു ഈ നിയമത്തിനെതിരെയുള്ള ഒരു പ്രാഥമികമായ വാദം കഴിഞ്ഞ 2 ദിവസമായി ഞാൻ മനസ്സിലാക്കുന്നത് 4 മണിക്കൂർ സമയം. ഈ 4 മണിക്കൂർ സമയം കൊണ്ട് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിനെതിരെ സ്റ്റേ കിട്ടും എന്നൊന്നും നമ്മുടെ നാട്ടിൽ നിയമം അറിയാവുന്ന ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിനെതിരെ സ്റ്റേ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ സ്റ്റേ എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷവും അതുപോലെ തന്നെ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വാദഗതികൾ ഉയർത്തിയവർ പറഞ്ഞത് അത് പൂർണ്ണമായും ശരിയാണ് എന്ന് സുപ്രീം കോടതി വരെ സമ്മതിച്ചിരിക്കുകയാണ്. അതാണ് ശ്രീ കപിൽ സിബലിന്റെ നേതൃത്വത്തിൽ ആദ്യ ഘട്ടത്തിൽ നടന്ന വാദഗതിയിൽ അതിന് ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇന്ന് ഉണ്ടായ ഈ ഇടക്കാല വിധിയിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതും അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ഈ നിയമത്തെ എതിർത്തുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സമ്പൂർണമായും സുപ്രീം കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ്. ആ അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ഇന്ന് പ്രധാനമായിട്ടും പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, വഖഫ് ബൈ യൂസർ. എന്താ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ ഉപയോഗത്തിലൂടെ, അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടതല്ല, അതല്ലെങ്കിൽ നിയമപരമായി ചെയ്യപ്പെട്ടതല്ല, അത് പാരമ്പര്യമായി ഉപയോഗത്തിലൂടെയുള്ള പ്രോപ്പർട്ടി വഖഫ് ബൈ യൂസർ. അതിനെ ഡീനോട്ടിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്യാനുള്ള അധികാരം ഇപ്പോഴില്ല. 2, കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, വഖഫ് ബോർഡ്, വഖഫ് കൗൺസിൽ ഇതിലേക്കൊക്കെ എക്സ്-ഒഫീഷ്യ അംഗങ്ങൾ ഒഴിച്ച് ബാക്കി ഒരാളും അമുസ്ലിം ആകാൻ പാടില്ല. കാരണം എന്താ, വഖഫ് ബോർഡും വഖഫ് പ്രോപ്പർട്ടിയും ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി പ്രോപ്പർട്ടീസ് ഓഫ് മുസ്ലിംസ്. അവരാണല്ലോ സംഭാവന ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നടത്തിപ്പിനോ അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ടുള്ള ഗതിവിധികളെ നിയന്ത്രിക്കുന്ന ആ സംവിധാനത്തില് എക്സ്-ഒഫീഷ്യോ അംഗങ്ങൾ, അത് ഗവൺമെന്റ് നിയമിക്കുന്ന അംഗങ്ങൾ ഒഴിച്ച് ബാക്കി ഒരാളും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതാകാൻ പാടില്ല എന്ന് ഇപ്പോൾ തൽക്കാലമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴുള്ള വഖഫ് പ്രോപ്പർട്ടികൾ അത് നിയമപരമായിട്ട് പ്രഖ്യാപിച്ചതാണെങ്കിലും ബൈ യൂസ് ആണെങ്കിലും അതോടൊപ്പം പാരമ്പര്യമായിട്ടുള്ളതാണ് എങ്കിലും അതിന്റെ എല്ലാം സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുന്ന തൽസ്ഥിതി തുടരണം എന്നാണ് അടുത്ത 7 ദിവസത്തിനുള്ളിൽ ഗവൺമെന്റിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഗവൺമെന്റ് സത്യവാങ്മൂലം ശ്രീ തുഷാർ മേത്ത വഴി സമർപ്പിക്കുന്നത് വരെയുള്ള ഘട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ തുടരണം എന്നുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഈ 3-അംഗ ബെഞ്ചിന്റെ വിധി എന്ന് പറയുന്നത്, ഞങ്ങൾ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയ കാര്യങ്ങളെ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണ്, പ്രകടമായിട്ടുള്ള തെളിവാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഇടക്കാല ഉത്തരവ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്റ്റേ ചെയ്യുക എന്നുള്ളത് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം അത്ര പെട്ടെന്ന് 2 മണിക്കൂർ കൊണ്ടോ 4 മണിക്കൂറുകൊണ്ടോ ഒരു വാദഗതി കൊണ്ട് അത് സ്റ്റേ ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ ഉയർത്തിയ വാദഗതികളെ സുപ്രീം കോടതി പ്രാഥമികമായി അംഗീകരിച്ചിരിക്കുന്നുവെന്നും ഭരണഘടനയുടെ 14 മുതൽ 21 വരെയുള്ള തുല്യത അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളും 25, 26 മതപരമായിട്ടുള്ള അവകാശങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കാനായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു ബില്ലാണ്, ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിൽ അല്ലെങ്കിൽ നിയമത്തെ കുറിച്ച് പഠിക്കുന്നവർക്ക്, നാളത്തെ തലമുറയ്ക്കും ഒരുപക്ഷെ കേശവാനന്ദ ഭാരതി കേസ് പോലെ തന്നെ ഇത് നിയമ രംഗത്ത് ഒരു സുപ്രധാന വിധിയായി മാറാൻ പോവുകയാണ്. കാരണം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ, ഇപ്പൊ 104, 105 ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടായിരിക്കുന്ന ഈ രാജ്യത്ത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ പാർലമെന്റിന് ഒരു നിയമം പാസാക്കാൻ കഴിയില്ല എന്നുള്ള സുപ്രധാനമായ ഒരു വിധി ഈ കേസിന്റെ അന്തിമമായ വാദഗതികൾ പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകുമെന്നാണ് എന്നെ പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് 1-ാം ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഈ ബില്ലിനെതിരെ ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഉയർത്തിയ
മുഴുവൻ വാദഗതികളും അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കോടതിയും ആ വഴിക്കുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഭരണഘടനാ വിരുദ്ധവും അതോടൊപ്പം തന്നെ മതസ്വാതന്ത്ര്യത്തിന് വിരുദ്ധവുമായ ചില കാര്യങ്ങൾ ഈ ബില്ലിൽ അടങ്ങിയിരിക്കുന്നു എന്ന കാര്യം സുപ്രീം കോടതി അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്റ്റേ ഇതിന് വന്നില്ല എങ്കിലും സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ വിധിയിലൂടെ പുറപ്പെടുവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് ശ്രീ കൃഷ്ണരാജെ ഒന്നാം ഫേസിൽ ആമുഖമായി ഈ ചർച്ചയിൽ പറയാൻ ഞാൻ യെസ്